കമ്മ്യൂണിസം എന്ന് പറയുന്ന സെമറ്റിക് മതം കരുതുന്നത് നശിപ്പിച്ചുകൊണ്ട് നേടാം എന്നാണ്, ഇവിടെ നിലനിർത്തിക്കൊണ്ട് നേടാം എന്നാണ്. നമ്മൾ ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള പന്ഥാവിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലും തോറും നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന നമ്മൾ നിന്നിരുന്ന കാര്യങ്ങളുമായിട്ട് എപ്പോഴും അത് ചേർത്ത് വിപരീതമാണോ? അവിടെയും പറയുന്നത് ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇവിടെ പറയുന്നതും ആത്മനോ മോക്ഷാർത്ഥം, ഇവിടെ ജഗദ്ഹിതായ. അത് രണ്ടും ഏതോ ഒരു തലത്തിൽ ഒരുമിക്കുന്നില്ലേ? ഒരു തലത്തിലും ഒരുമിക്കുന്നില്ല. കെട്ട് മുറിക്കുന്നതും കെട്ടഴിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. സ്വാമിയുടെ അഭിപ്രായത്തിൽ ഹിന്ദു ധർമ്മത്തിനെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അത് BJPയോ RSSോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും? ഹിന്ദു ധർമ്മത്തെ രാഷ്ട്രീയ പാർട്ടി സംരക്ഷിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് കൂട്ടിയെ കൂടുന്നൊരു പണിയല്ല. ഒരു ഭരണകൂടം വേണമല്ലോ. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു നേരത്തെ ധർമ്മമാണ് ഭരണകൂടത്തെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും. ഭരണകൂടമല്ല ധർമ്മത്തെ നിലനിർത്തുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ ഒരു ധർമ്മത്തിനെ കീപ്പ് ചെയ്യാനായിട്ട് ധാർമ്മിക വ്യവസ്ഥയെ പരിപാലിക്കുന്നത് രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ആ രാജാക്കന്മാരെ അധർമ്മികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധർമ്മമാണ് അവരെ മാറ്റി ധാർമ്മികളായ രാജാക്കന്മാരെ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളെ കൊണ്ടുവരിക എന്നുള്ളത്. ധർമ്മമാണ് അധികാരത്തെ സംരക്ഷിക്കുന്നത്, അധികാരമല്ല ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ റൂട്ട് കോസ്റ്റിൽ ധാർമ്മികമായിട്ടുള്ള ആചരണങ്ങളെ അല്ലെങ്കിൽ ധാർമ്മികത നിലനിൽക്കുന്ന വ്യവസ്ഥകളെ, അതിൻ്റെ ആചാര്യന്മാരെ അവരുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്ന് പറയും. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ രാജാക്കന്മാരെ സംരക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇപ്പം രാജഭരണം ഇല്ലല്ലോ, ഡെമോക്രസി ആണല്ലോ ഉള്ളത്. അപ്പം അല്ല, അതായത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം വരികയാണെങ്കിൽ ഏത് ഭരണകൂടം വന്നാലും നമുക്ക് വിഷയമില്ല, അവർ ധാർമ്മികരായിരിക്കണം എന്ന് മാത്രമേ വിഷയം. കമ്മ്യൂണിസം എന്താണേലും ധാർമ്മികരല്ല എന്ന് പറഞ്ഞു. അല്ല, അതായത് അതാ ആശയത്തിൽ. ഇപ്പോൾ കമ്മ്യൂണിസവുമായിട്ട് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രീമിയർ കൂടെ വന്നപ്പോൾ പറഞ്ഞത്. ശരിയാണ്, ഓരോ സ്ഥലം അനുസരിച്ചിട്ട് അപ്പം അതായത് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസവും തമ്മിലുള്ള ഒരു, ഞാൻ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ചാണ് പറയുന്നത്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടല്ല. ഇവിടെ എല്ലാവരും മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരാകുന്നത്. അത് അവരോട് ചോദിക്കണം. SFI-കാരനായിരുന്നല്ലോ. ഞാൻ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട്, ദാസ് ക്യാപിറ്റലും വായിച്ചിട്ടുണ്ട്. കണ്ണൂരിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, അല്ലെങ്കിൽ ഏത് നാട്ടിലാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, അക്ഷരാഭ്യാസം ഇല്ലാത്ത മനുഷ്യര് കമ്മ്യൂണിസ്റ്റുകാരായത് മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ലോ. ഓരോ കാലവും ഓരോ റീജിയനും അനുസരിച്ചിട്ടല്ലേ? താങ്കൾ പറഞ്ഞു കമ്മ്യൂണിസം, ചൈനക്കാര് ഇന്ത്യൻ കമ്മ്യൂണിസത്തിനെ അതല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പ്രാദേശികമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അത് എന്ന്. അപ്പോൾ ഇവിടെയുള്ള കാൾ മാർക്സിൻ ദാസ് ക്യാപിറ്റലും മാനിഫെസ്റ്റോവും വായിക്കേണ്ട ആവശ്യം ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. അദ്ദേഹത്തിന്റെ ലെവലിൽ ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കിയാൽ പോരെ എന്ന്. ഓഫീസിൽ വെക്കുന്നത് സ്റ്റാലിന്റെ പടമല്ലേ? അല്ല, നമ്മുടെ മൂർത്തി സ്റ്റാലിനല്ലേ? അല്ല, എന്നാലും സ്പിരിച്വാലിറ്റിയിലും പ്രാദേശികത ഒരു വലിയ കാര്യമാണ്. അല്ല, സ്പിരിച്വാലിറ്റിയിൽ പ്രാദേശികത വലിയൊരു കാര്യമാണ്. കമ്മ്യൂണിസത്തിലോ? അല്ല, അത് സെമറ്റിക് ആശയങ്ങളിലൊന്നുമല്ല. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്ന, ഇപ്പോൾ ഇസ്ലാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദർഗകൾക്കും സൂഫി ട്രഡീഷനും ഒക്കെ എതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ സെമറ്റിക് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ പഴയ കാലത്തെ മലപ്പുറത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോഴും പലരും ഷെയർ ചെയ്യാറുണ്ട്. ഈ മുഖം മറയ്ക്കുന്ന വസ്ത്രം ഇട്ടിട്ടോ ഈവൻ പർദ്ദ പോലും ഇട്ടിട്ടോ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അത്തരം കാര്യങ്ങൾ, ഈ ചൂട്ടത്ത് കറുത്ത തുണി ഒടിച്ച് നടക്കണം എന്ന് പറയുന്നത് ഒക്കെ കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ അതേസമയം നമ്മൾ ഇതിൻ്റെ സ്ഥലമായിട്ടുള്ള സൗദി അറേബ്യയിൽ കാണുന്ന അവിടുത്തെ രാജകുടുംബാംഗങ്ങൾ പോലും വളരെ ഇതൊക്കെ അഴിച്ചു കളഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് സെമറ്റിക് രീതിയിലുള്ള എല്ലാറ്റിൻ്റെയും ചിന്ത ഈ തുറസില്ലാത്തതാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒന്നാണ്. അതേസമയം ഹിന്ദു ധർമ്മത്തിൻ്റെ ചിന്ത വളരെ വിശാലമാണ്. ഇതിൽ ഒരു സെമിറ്റിക് തോട്ട് ആണെന്നാണോ പറയുന്നത്? സംശയം എന്തോ? ഒരു ഭരണഘടന, ഒരു പുസ്തകം, ഒരു നേതാവ്, ഒരു ആചാര്യൻ, ഇതൊക്കെ അതിന് വേണ്ട എല്ലാ സാധനവും. അത് പഠിക്കാത്തവർ അതിലോട് നീതി പുലർത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതിനോട് നീതി പുലർത്തുന്നില്ല, അവരതിൽ വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഒരു ഇടത് മനസ്സിനെ ഞാൻ ഇന്ന് കാണുന്നത് നിഷേധാത്മകമായിട്ടുള്ള ഒരു മനസ്സായിട്ടാണ്. തകർക്കുക, നശിപ്പിക്കുക. അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കേരളവർമ്മ കോളേജിലൊരു 70ാം വാർഷികമോ അങ്ങനെ എന്തോ ഉണ്ടായിട്ട് ഈ അടുത്ത 2 കൊല്ലം മുമ്പോ മറ്റോ ഞാൻ പോവുകയുണ്ടായി.
അന്ന് 70 വയസ്സുള്ള, അതായത് പഴയ കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന ആളുകൾ വന്നിട്ട് തെരുവിൽ ചോരച്ചാലൊഴുകട്ടെ എന്നൊക്കെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. 20 വയസ്സിൽ ഇത് വിളിക്കുന്നത് മനസ്സിലാക്കാം. 70 വയസ്സിൽ ഇത് തന്നെ വിളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിഷേധാത്മകമായിരിക്കണം ആ മനസ്സ്. അപ്പോൾ അതിന് സർഗാത്മകമായിട്ടുള്ളൊരു ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം മാഘത്തിന് തന്നെ കളക്ടർ അനുമതി തരാതിരിക്കുന്ന സമയത്ത് ഒരു മാർഗം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളതാണ്, രണ്ടൊരു മാർഗം നിശ്ചയിച്ച മാഘം നടത്തുക എന്നുള്ളതാണ്. അത് സർഗാത്മകമാണ്, മറ്റൊരു നിഷേധാത്മകമാണ്. നമ്മൾ ആ മാഘം നമ്മൾ നിശ്ചയിച്ച പോലെ നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോഴും അവസാന സമയം വരെയും നമ്മളെല്ലാ സർക്കാർ സംവിധാനങ്ങളുമായിട്ടും കോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഒന്നര പുറത്തിൽ കഴിയാതെ ഉപന്യസിക്കാൻ തന്ന ചോദ്യങ്ങൾക്കൊക്കെ 2 പുറത്തിൽ തന്നെ നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വാമിജിക്ക് കുംഭമേളയായിട്ടുള്ള ഒരു റിലേഷൻ എന്താണ്? ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് ആദ്യം കുംഭമേളയിൽ പോയത്? അന്ന് 2001 നമ്മളിവിടെ ഒരുപാട് നമ്മൾ ഒരു സമര കാലഘട്ടമാണ്. അപ്പോൾ സമര കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്യും. കേസുകളെല്ലാം നോൺ ബെയിലബിൾ കേസുകളായിരിക്കും. ഇപ്പോൾ ഈ നോൺ ബെയിലബിൾ കേസുകൾ വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം 5-6 മാസം നമ്മളെ ജയിലിലേക്ക് ഇടാം. കാരണം ഒരു കേസ് കൊടുത്ത് അതിന് ജാമ്യം കിട്ടി വരുമ്പോൾ അടുത്ത കേസ് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് പോവുക. അപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വയ്ക്കുമ്പോൾ പോലീസിൽ നിന്ന് തന്നെ നമുക്ക് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പരസ്പര കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. പോലീസിൽ നിന്ന് തന്നെ നമ്മളോട് പറഞ്ഞു കുറച്ചൊന്ന് മാറി നിന്നാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ എവിടെയൊക്കെയാന്ന് ഓടിപ്പിടിച്ചിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കണം. അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കാൻ, ആ സമര സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വെച്ചു. എല്ലാവരും അടുത്തുള്ള ബന്ധുക്കളുടെ വീടുകളിലോ മറ്റുള്ളതോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ പഴയ കാലത്തെ പോലെ ഒരു ഒളിവിൽ പോലൊന്നും അല്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ലൊക്കേഷൻ ട്രേസിങ് ഇല്ല എന്നുള്ളത് മാത്രം. എന്നാലും ഒരു മര്യാദ, നേരെ മുമ്പിൽ പോയി നെഞ്ചു വിരിച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലുള്ള മര്യാദ. അപ്പോൾ നമ്മൾ പത്രത്തിലൊരു ചെറിയ കോളം വാർത്ത, പ്രയാഗ്രാജ് കുംഭമേള തുടങ്ങുന്നു. അപ്പം എന്താ അതൊന്നും അറിയാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ആ സമയത്ത് പത്രപ്രവർത്തകനായിരുന്നു? അല്ല, ഞാൻ SFI ഭാരവാഹിയായിരുന്നു. സ്വാമിജിക്ക് എന്താ സന്യസിക്കണം എന്ന് തോന്നിയത്? ദിസ് ഇസ് ലൈക്ക് ദി എക്സ്ട്രീം ഓഫ് വാട്ട് യു വെയർ ബിഫോർ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് തോന്നിയത് എന്താണ്? ആ മൊമെന്റ് എപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അല്ല, അതും ഈ സ്വാഭാവികമായിട്ട്, കാരണം നമ്മൾ അഖാഡയുടെ കാര്യക്രമങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടുന്നു, ആശ്രമങ്ങളുടെ കാര്യക്രമങ്ങളിലും പൊതുവെയുള്ള ആശ്രമങ്ങളുടെ കാര്യക്രമങ്ങളിലും കൂടുതൽ ബന്ധപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു താല്പര്യം കൊണ്ട് അതിൻ്റെ പഠനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുന്നു. അങ്ങനെ ക്രമാനുഗതമായിട്ട് നമ്മൾ അതിലേക്ക്, അപ്പോൾ അതിനകത്ത് അങ്ങനെ ആ ഒരു പഠനത്തിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് വേറൊരു ഫിലോസഫിയിൽ നിന്ന് ഇതിലോട്ട് വരികയാണ്. അപ്പോൾ ആ ഫിലോസഫി ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് തോന്നിയിട്ടുണ്ടോ? ഞാൻ SFIയുടെ ഭാരവാഹിത്വത്തിലും വരുന്നതിലും മുമ്പ് നിങ്ങളാരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് മാനേജറായിരുന്നു. ശ്രീചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ നടന്നിരുന്നൊരു കാര്യത്തിൻ്റെ. അപ്പം നമുക്കൊരു കാര്യം അത് യുക്തിപരമായിട്ട് അതിനോട് ചേരുക എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലാണ് നമ്മളതിൻ്റെ ഭാഗമാകുന്നത്. അത് യാതൊരു കൺഫ്യൂഷനുകളും ഇല്ലാതെയാണ്, യാതൊരു സംഘർഷങ്ങളും ഇല്ലാതെയാണ്. SFIയിൽ എന്തെങ്കിലും ചുമതല ഉണ്ടായിരുന്നു? ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു, തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്. ഈ തിരുവല്ലാമലയിൽ ഐവർമഠത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നോ? കുറച്ച് നാളല്ല, ഞാനിപ്പോഴും കേരളത്തിൽ വന്നാൽ ഈ വടക്കൻ കേരളത്തിലൊക്കെ ആണെങ്കിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഐവർമഠമാണ്. അവിടുത്തെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശ്മശാന ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു ശ്മശാനമാണ്. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമോ? എനിക്ക് തോന്നുന്നു ഡോക്യുമെൻ്ററി പോലെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അന്ന് കാശിയിലെ മണികർണിക പോലെ ദക്ഷിണ ഭാരതത്തിലുള്ള ശ്മശാനമാണ്. ശ്മശാന കാളിയാണ് അവിടുത്തെ ദേവത. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്വാമിയ അവിടെ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം എനർജി തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്നൊക്കെയാണ് മറ്റേ ഫ്രീസറിൽ വയ്ക്കുന്നതൊക്കെ. പഴയ കാലത്ത് അങ്ങനെ ഫ്രീസറിൽ വയ്ക്കാൻ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൽ നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ കാര്യങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. കോവിഡ് സമയത്ത് നിങ്ങൾ പുറത്തു പോയി വന്നാൽ എല്ലാ ഡ്രസ്സും ഒക്കെ പുറത്തഴിച്ചിട്ടിട്ട് കുളിച്ചിട്ട് വേണം അകത്തേക്ക് കയറാമെന്ന് പറയും. അപ്പം അതുകൊണ്ട് മരണ വീട്ടുകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം കൊണ്ടാവാം ആ മരിച്ച വ്യക്തി മരണപ്പെട്ടത്.
അതിൻ്റെ ചില അസുഖങ്ങൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള ഒരു ആൾക്കൂട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ അതിനങ്ങനെ സയൻസ് ആണെന്നാണോ പറയുന്നത്? എല്ലാം സയൻസാണ്. നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ തല കുളിക്കണം എന്ന് പറയുന്നത് ഒരു സയൻസാണ്. ഇതെങ്ങനെ വിശ്വാസമായിട്ട് കണക്ഷൻ വരുന്നത്? ഇപ്പൊ ഈ മരിച്ച വീട്ടിൽ നിന്ന് വരുന്നത് ഒരു വിശ്വാസമായിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കാണുന്നത്. ഇവർക്ക് ഇതിന്റെ സയന്റിഫിക് വശങ്ങൾ അറിയില്ല. അപ്പോൾ അതെങ്ങനെ വിശ്വാസമായിട്ട് അതെങ്ങനെ കണക്ഷൻ വരുന്നത്? അല്ല, അതായത് വിശ്വാസമല്ല, ഇത് ആചരണമാണ്. അതായത് പഴയ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുണ്ടാകാൻ, ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള നിഷ്ഠയുണ്ടാക്കി. ഭക്ഷണം ഉണ്ടാക്കിയാൽ 3 മണിക്കൂറിനുള്ളിൽ കഴിക്കണം. ഗതയാമം പുനർത്തപ്തം, രണ്ടാമത് ചൂടാക്കി കഴിക്കരുത്. ഉണ്ടാക്കി 3 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുത്. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇതുണ്ടാക്കി. അതെല്ലാം ആചരണമാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ അങ്ങനെ കഴിക്കാൻ പറ്റൂ. കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റൂ. കാരണം ഏറ്റവും ശുദ്ധമായുള്ള ആചരണം അവിടെ വേണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം അശുദ്ധമായിട്ടുള്ള ആചരണം ഉണ്ടായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശീലമായിട്ട് വരും. അപ്പം അതുപോലെ എല്ലാ ആചരണങ്ങളും, ഭാരതീയമായിട്ടുള്ള എല്ലാ ആചരണങ്ങളും നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ മുൻനിർത്തിയും നിങ്ങളെ അടുത്ത ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചുള്ളതുമാണ്.